നമസ്കാരം. ഓൾ ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ്. 2025 പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. 2024 നവംബർ ആഗസ്റ്റ് മാസങ്ങളിലായിരുന്നു മസ്റ്ററിംഗ് ഉണ്ടായിരുന്നത്. അന്നത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒരു മസ്റ്ററിങ്ങിന് അവസരം വന്നിട്ടുണ്ട്. അവരിപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയാണെങ്കിൽ അടുത്ത മാസം മുതൽ അവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. അന്ന് പല കാരണങ്ങൾ കൊണ്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകൾ വിദേശത്തായിരുന്നാൽ അവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ ഹോസ്പിറ്റലുകളിലും മറ്റു വിദേശ നാടുകളിലും ആയതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത മാസം മുതലുള്ള പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അടുത്ത ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വരെ മസ്റ്ററിംഗ് കാലാവധിയുണ്ട്. ആ സമയങ്ങൾക്ക് മുമ്പ് തന്നെ പുതിയ മസ്റ്ററിംഗ് തീയതി വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പുതിയ മെത്തേഡ് അനുസരിച്ചായിരിക്കും അവരുടെ മസ്റ്ററിംഗും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കുക. നമുക്കറിയാം, നമ്മുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് വന്ന സമയത്ത് നമുക്ക് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ വഴിയായിരുന്നു നമ്മൾ മസ്റ്ററിങ്ങും മറ്റു കാര്യങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിരുന്നത്. അതുപോലെ തന്നെയായിരിക്കും ഇനി പുതിയ മസ്റ്ററിംഗ് വരിക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനു മുമ്പായി തന്നെ നമ്മുടെ ആധാർ കാർഡ് കറക്റ്റായി പുതുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആധാർ കാർഡ് കറക്റ്റായിട്ട് പുതുക്കി വെക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ ക്ലിയർ ആക്കി വെക്കുക. അതിലേക്ക് വരുന്ന OTP മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചായിരിക്കും ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആധാർ കാർഡിലെ ഫോട്ടോ. നമ്മൾ ഫോട്ടോ എടുത്ത് അത് അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ ഫോട്ടോ നമ്മൾ ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ആധാർ കാർഡ് 10 വർഷമായി ഉപയോഗിക്കാത്ത ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. എന്നിങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസ്റ്ററിംഗ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. പല ആളുകളും കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്, പല ആളുകൾക്കും മസ്റ്ററിംഗ് സമയത്ത് തടസ്സങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഈ ആധാർ കാർഡിലെ വിഷയങ്ങൾ തന്നെയാണ്. ആധാർ കാർഡ് യഥാസമയം അപ്ഡേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ആധാർ കാർഡിലെ ഫോട്ടോ, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഒരു തരത്തിലുള്ള മസ്റ്ററിംഗ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ആധാർ കാർഡ് എല്ലാം ക്ലിയർ ആക്കി വെക്കുക. എങ്കിൽ മസ്റ്ററിംഗ് വരുന്ന സമയത്ത് തന്നെ അവർക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.